എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊത്തം ഒരു അസുഖം പിടിച്ച ഇൻട്രോ ആണ്. സൗണ്ട് എല്ലാം അടഞ്ഞിട്ട് എന്നും ശരിയായിട്ടില്ല കേട്ടാ. നല്ല പണി കിട്ടി. ഈ ചൂട് വേർപ്പും കൂടി ആയതുകൊണ്ട് എനിക്ക് 2 ദിവസം കഴിയുമ്പോഴേക്ക് നിച്ചുട്ടിക്കും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നിച്ചുവിന് രാവിലെ ചുമയും ഇതെല്ലാം ഉണ്ട്. ഞാൻ ഹോമിയോയിൽ കാണിച്ചിട്ട് ഇംഗ്ലീഷ് മരുന്ന് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂർക്കലിന്റെ ഇതും എല്ലാം ആക്കി കൊടുക്കുകയെന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. എന്നാലും ചെറുതായിട്ടുണ്ട് അത്രേ. എല്ലായിടത്തും ഉണ്ട്, വൈറലാണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല്, ഇന്ന് അച്ഛനും അമ്മയും കൂടി എറണാകുളത്തേക്ക് പോവാന്ന്. ഏട്ടനിത് അക്കുടൂന്റെ അടുത്തേക്ക് വില്ലുമ്മേനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. വില്ലുമ്മയും ഉണ്ട്, അവര് 3 പോകുന്നത്. നമ്മളിപ്പോ പോകുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് വിഷമവും ഉണ്ട്. അങ്ങനത്തെ ഒരു ദിവസം, സുഖവും ഇല്ല, എല്ലാം കൂടെ ഒരു അവസ്ഥയായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എല്ലാം കാണാം. അന്ന് അമ്മയും അച്ഛനെല്ലാം പാലക്കാട് പോയപ്പോഴേ വില്ലുമേനെയും കുട്ടി അതുവഴി അങ്ങനെ വരാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ വില്ലുമ്മക്ക് അവിടെ പോയിട്ട് 1-2 അമ്പലത്തിൽ പോകണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം അധികം വൈകാണ്ട് ഇനി മഴയെല്ലാം ആവുന്നതിന് മുമ്പേ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം ഉച്ചക്ക് ഇറങ്ങണം ഇവിടുന്ന്. ഇപ്പൊ സമയം 12:30 1 മണി ആവാനായിട്ടുണ്ട്. ഒരു 2:45 2:50 ആകുമ്പോഴാണ് ട്രെയിന്. അപ്പം ആ സമയമാകുമ്പോഴേക്കും അവർക്ക് സ്റ്റേഷനിൽ എത്തണം. അപ്പൊ അവര് ഫുഡെല്ലാം കഴിക്കേന്ന്. അപ്പം നോക്കാം നമുക്ക് പോയിട്ട്. റെഡിയായാ രണ്ടാളും? റെഡിയായാ? എല്ലാം എടുത്തു വെച്ചാ? ഇവര് ഗോവ ട്രിപ്പ് അല്ല, എന്നാ നമ്മളെ ബോംബെ പോയ പോലെ രണ്ടാളും കൂടെ എറണാകുളം പോകുന്നു. ഇപ്രാവശ്യം അച്ഛനും കൂടി ഉണ്ട്. ഇച്ചു പോകുന്നുണ്ടാ? ഇവിടെ ഇവിടെ അവള് ബോംബെയിൽ എന്ന് പറഞ്ഞിട്ടാ നിക്കുന്ന. അമ്മമ്മയെ 1:30 2:50 വണ്ടി മോളെ. എല്ലാം ഒന്നും മറന്നിട്ടില്ലല്ലോ? രണ്ടാളും കൂടെ 3 കൂടി അടിച്ചു പൊളിച്ചിട്ട് വാ. ഇത് വല്യമ്മക്ക് വേണ്ടിട്ട്. ഓക്കെ, കുറച്ച് ദൂരം അങ്ങോട്ട് പോയി ചേച്ചി. നമുക്ക് വല്യമ്മേന്റെ വക. താങ്ക് യു. തുറന്നാക്കോളാ. റെഡ്. ഓ, നല്ല റെഡ് കളർ മുഖ രസമുണ്ടാവും. അതെ അതെ, നല്ലുണ്ടല്ലേ? ഉണ്ട് മോളെ, ഉണ്ട് കുറച്ച് കുറവാണ് ലൈറ്റ്, എന്നാലും രസമുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. കണ്ണൂർ പോകുമ്പോ മാച്ചിങ് ആക്കാം. അപ്പൊ ഇതാ വില്ലുമ്മേന്റെ വക ഗിഫ്റ്റ് സാരി കിട്ടി. നല്ല രസമുണ്ട്. എന്റെ വല്യമ്മ ഇഷ്ടാവൂലോ പറഞ്ഞു. നല്ലുണ്ട്. കല്യാണത്തിനെല്ലാം പോകുമ്പോ എടുക്കണ്ട. നല്ല രസമുണ്ട്. സെയിം ബ്ലൗസ് തന്നെ ഇടുമ്പോ. ഏട്ടാ എങ്ങനെയുണ്ട്? സെയിം പാവാടയും പോണം. കണ്ണട എല്ലാം എടുത്തില്ലേ? ആ അല്ല, അവിടെ മഴയുണ്ടാവും. കൊടയെടുത്തോ? വേണ്ട, ആടി അവരത് ഉണ്ടാവും തൽക്കാലം. അപ്പൊ അവരിറങ്ങി ഇതാ പോന്നുണ്ട് കേട്ടാ. അങ്ങ് അവിടെ കാണുന്നില്ല. അതാ പോയി. ബലാനും എടുത്തിട്ടാ പോയേ. വാനിച്ചൂട്ടാ ഉള്ള കയറ്. എന്നാടാ കടിക്കല്ല വാവ. ആ കാറാ എടുത്തേ. അത് അവിടെ സ്റ്റേഷനിൽ വെക്കാൻ സ്ഥലം ഇല്ലെങ്കിലോ സ്കോർപ്പിയോ എടുക്കുമ്പോ. എന്റെ മോക്ക് സൗണ്ട് എല്ലാം അടഞ്ഞിട്ടാ ഉള്ളേ. വർത്താനം പറഞ്ഞ എന്റെ മോള്. അയ്യേ വാ വാ, മാമൻ തന്നാലാ. നിച്ചുട്ടിക്ക് ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി എനക്ക് കഴിക്കണം അത്രേ. അവര് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയ. ഏട്ടൻ അവരെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഞാൻ നിച്ചൂട്ടിയും പോയിട്ടില്ല. നമുക്ക് വയ്യാത്തോണ്ട് മെയിനായിട്ട് നിച്ചൂട്ടിക്ക്. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു എന്തായാലും കൂട്ടൂല നിങ്ങളാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്റർസിറ്റി ആണ്, നമ്മളെ കണ്ണൂരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ല. ട്രെയിൻ ഓൾറെഡി അവിടെ ഉണ്ടാവും. കയറി ഇരുത്തി സെറ്റാക്കിയിട്ട് ഏട്ടൻ വരും. ചോറെല്ലാം രാവിലെ ആക്കി വെച്ചിന്. ഇന്ന് ഇവർക്ക് വേഗം പോകേണ്ടതുകൊണ്ട് ചോറും പരിപ്പ് കറിയും ബീൻസ് ഉപ്പേരിയും മീൻ ഫ്രൈയും എല്ലാം ഉണ്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങയും നാരങ്ങയും എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ കഴിക്കട്ടെ. നിച്ചൂട്ടി നല്ല ഉറക്കാന്നേ. ഏട്ടൻ വരലായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചു. ഗേറ്റ് തുറന്നു വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാം തുറന്നിട്ടിട്ടുണ്ട്. അവര് ട്രെയിൻ വിട്ടു കേട്ടോ. 3 മണിയായ സമയം. 2:50 ആകുമ്പോ ട്രെയിൻ വിട്ടു. എന്നാ
എന്തേ എന്നാ കട്ടിമോര്, മിൽമേന്റെ കട്ടിമോര്. ഇത് നന്നാട്ടോ, ഞാൻ എങ്ങനെ പിടിക്കുക. സംഭാരാ, ഇന്നലത്തെ അതിന് പ്രതികാരം കിട്ടിയതാ. ആയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാ കോലുമുട്ടായിയാ ആയിരിക്ക്? നിന്റെ മോക്കല്ലേ? എനിക്ക് കഴിയില്ല. വാ, സംഭാരം എനക്കാ. വിശക്കുന്നില്ലേ? വേഗം കഴിക്കേ, ഫുഡ് കഴിക്കേ. ഉണ്ടല്ലോ, നമ്മള് പുറത്തു പോയിട്ട് വരുമ്പോ എനക്ക് സംഭാരം കുടിക്കാൻ ഭയങ്കര കൊതി. പെട്ടെന്ന് പോടാടുന്നു അങ്ങനെ പറയുമ്പോ ആരെങ്കിലും തെറ്റിദ്ധരിക്കോടാ, അങ്ങനെ വെറുതെ പറയല്ല, എല്ലാരും തെറ്റിദ്ധരിക്കണ്ട. എന്നിട്ട് എന്താന്നറിയില്ല, ചൂടായിട്ടാന്ന് പറയില്ല, എനിക്ക് മധുരം കുടിക്കാൻ തോന്നുന്നില്ല. സംഭാരം കുടിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ആഗ്രഹം. എന്നിട്ട് കൊറേ ഞാൻ പറഞ്ഞു ഏട്ടാ നിർത്തും, നമുക്ക് നോക്കാം എവിടെയെങ്കിലും പറഞ്ഞിട്ട് നോക്കുമ്പോ കേടിയില്ല. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും അമ്മേന്റെ മാങ്ങ ജ്യൂസ് അടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മാങ്ങ ജ്യൂസ് വേണ്ട, സംഭാരം കുടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുറച്ച് തൈരുണ്ട്, അതിനിടയിൽ അമ്മ ആക്കിയ തൈര്. എൻ്റെ അമ്മ വേഗം സംഭാരം അടിച്ചു തന്നു. എന്നിട്ട് കുറേ ഉണ്ടായി, ഞാൻ അങ്ങനെ തന്നെ കുടിച്ചു തീർത്തു കേട്ടാ. നല്ല അപ്പോഴാണ് ആശ്വാസമായി. അതുകൊണ്ട് ഏട്ടന് ഇന്ന് വരുമ്പോൾ മിൽമേന്റെ സംഭാരവും വാങ്ങിയിട്ട് വന്നിനെ. ക്രേവിങ്സ് എന്നെല്ലാം വെറുതെ പറഞ്ഞാന്നേ, ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. കയ്യോടെ ഗ്ലാസ്സിൽ വെച്ചേ. ആ ഒരു പാക്കറ്റ് ഈ ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് ആണ് കേട്ടാ. ഈ ഒരു ഗ്ലാസ് ഉണ്ട്. നല്ലുണ്ട്, കുറച്ച് എരിവെല്ലുണ്ട്. പക്ഷെ അമ്മ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇതിനേക്കാളും ടേസ്റ്റ്. നമ്മളെ അപ്പൊ റെഡി ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കൂലേ. നല്ലുണ്ട്. ഏട്ടാ ചോറ് എടുക്ക്, കുടിച്ചോക്ക്. ഇഷ്ടാ? പക്ഷെ അമ്മ ആക്കുന്നതിനേക്കാളും ഒരു മസാല ചവയുണ്ട്. അമ്മ ആക്കിയത് അടിപൊളി ഉണ്ടായി ഇതിനേക്കാളും. നല്ല പൊളിയെല്ലാം ഉണ്ട്. ഞാൻ കഴിച്ചോ, ഏട്ടൻ കഴിച്ചോ. ഈ കട്ടിമോര് ഞാൻ പണ്ട് കുട്ടിമോര് എന്നാ വായിക്കല് കേട്ടാ. അന്നേരം ഇത് ശരിക്കും കട്ടിമോര് എന്നാന്നേ. ഇതിന്റെ ഒരു ചെറിയ ബോട്ടിൽ കിട്ടൂല കേട്ടാ. ഇതിനെത്ര 50? 30ന്റെ ആയിട്ട് ഒരു ചെറിയ ബോട്ടിൽ കിട്ടുവേ. പണ്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു ചെറിയ കുപ്പി ആയതുകൊണ്ടായിരിക്കും 60 പണ്ട് 50 ഉണ്ടായി ആദ്യം. എനിക്ക് കുട്ടി കുപ്പിയിലായതുകൊണ്ടായിരിക്കും കുട്ടിമോര് ഇത് പേരിട്ടിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും നോക്കുമ്പോന്ന് അതിന്റെ പേര് കട്ടിമോര് എന്നാണെന്ന് മനസ്സിലായേ. ഭയങ്കര പുളിയായിരിക്കും ചില സമയത്ത്. ചുട്ടി അങ്ങി എണീച്ചേ. എന്റെ അച്ഛൻ ഒരു കോലുമുട്ടായി കൊടുത്തേ. എന്റെ അച്ഛൻ പൊളിച്ചു തരാണ്ട് വാവക്ക് കൊടുത്തിനി അല്ല മോളെ. അപ്പൊ പിന്നെ വാവ ചൊടിയാവൂല അച്ഛയോട്. അതാ പൊളിച്ചു തരാൻ പറ. കടിച്ചിട്ട് പൊളിക്കല്ല കേട്ടാ. അത് പണ്ടേ അച്ഛക്കുള്ള സൂക്കടാന്ന്. കടിച്ചിട്ട് പൊളിക്കല്ലേ പറഞ്ഞ. പിന്നെ എങ്ങനെയാ പൊളിക്കണ്ടേ വാവേ? കൈകൊണ്ട് പൊട്ടിക്കാൻ കിട്ടിയിട്ടെങ്കിലോ? പിന്നെ കത്തിരിക്കയുണ്ടല്ലേ പൊളിക്കണ്ടല്ലേ. എന്റെ ഒച്ച മോള് ഒച്ച കേട്ടാ. എന്റെ പൊന്നിന്റെ ഒച്ച മാറിപ്പോയി. അച്ഛ കൊണ്ടുവന്നിട്ട് കടിച്ചിട്ട് പൊട്ടിക്കാൻ പാടില്ല കേട്ടാ. ഞാൻ എന്റെ പണിയെല്ലാം നേരത്തെ തീർത്ത് വെച്ചിരുന്നു കേട്ടാ. ക്ലീനിങ്ങും എല്ലാം അടക്കം. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ പിന്നെ മൂടുണ്ടാവില്ല. അതുകൊണ്ട് ഫുള്ള് തുടച്ചിടലും എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ചു. ഇനി പാട്ടിന് ചായ വേണമല്ലോ, അതുകൊണ്ട് ചായ ഉണ്ടാക്കട്ടെ. അപ്പൊ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടേ. നമ്മളെല്ലാരും ഉണ്ടായിട്ട് പെട്ടെന്ന് ആൾക്കാർ കുറയുമ്പോൾ എന്തോ ഒരു പോലെ ആയിരിക്കുമല്ലേ നമുക്ക്. അങ്ങനത്തെ അവസ്ഥയാണ്. അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു 3 ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോ എന്നാ ഇത്രയുള്ള സങ്കടം വേണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് അച്ഛന് ഭയങ്കര സങ്കടമാണ്. എന്നെ നിച്ചുടിനെ കാണാണ്ടിരിക്കാനേ പറ്റില്ല സത്യം പറഞ്ഞാല്. അതുകൊണ്ട് ഭയങ്കര വിഷമം അച്ഛൻ. കാരണം അച്ഛൻ ഉച്ചക്ക് കെട്ടിപ്പിടിച്ച് കരയുകയെല്ലാം ചെയ്തു. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് എനിക്ക് അതന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത്. സംഭവം 2-3 ദിവസത്തേക്കാണേ. പക്ഷെ എന്റെ അച്ഛനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കാണാണ്ടിരിക്കാൻ പറ്റൂല. ഇപ്പൊ ഇന്നലെ ഉണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ മൈൻഡ് ആക്കാണ്ട് അതിനെന്നാന്നല്ലോ മറ്റിങ്ങനെ ദേഷ്യം പിടിച്ചോണ്ടിരുന്നു. അപ്പൊ പിന്നെ അച്ഛനും അധികം ഫീൽ ആവൂലല്ലോ. ഞാൻ പണ്ട് എൻ്റെ ഒരു Q&Aയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് അച്ഛനാണെന്നുള്ള കാര്യം. അത് സത്യമാണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കൂട്ടാ, ഒരാളെ മറ്റൊരാൾക്ക് ഇത്ര മാത്രമല്ല സ്നേഹിക്കാൻ പറ്റുമോന്ന്. അത് എന്താണെന്ന് അറിയില്ല. ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ സ്നേഹമാണ് അച്ഛന്.
അതിനിടയിൽ ചായ തിളച്ച് വരുന്നുണ്ടേ. എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റൂല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അത്. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും അധികം പറഞ്ഞിട്ട് കൊളാക്കുന്നില്ല. അപ്പൊ സാരില്ല, 2-3 ദിവസമല്ലേ, അപ്പോഴേക്ക് അച്ഛൻ ഇങ്ങോട്ട് വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പോലും കറങ്ങലും എല്ലാം ആകുമ്പോഴേക്ക് പ്രശ്നം ഉണ്ടാവില്ല. അച്ഛനും അതായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കോളും. അന്ന് അമ്മ ബോംബെ പോയപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായേ, കുറേ ദിവസം കാണാണ്ടിരുന്നില്ലേ. പിന്നെ അപ്പോൾ ഇവിടെ അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട്, ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളേ. എന്നാലും കുഴപ്പമില്ല, പോയി. ശരി. എന്റെ മുത്ത് എന്തിനാ കരീനെ? എന്തിനാട്ടാ? എന്തിനാ ഞാന് അപ്പഴും എന്താനെ എന്തിനാട്ടാ? എന്റെ മോളെ പല്ല് പൊരിച്ചു കളയും പറഞ്ഞിനാ? അവിടോ നാന്നേട്ടാ, എന്തിനാ പിടിയേ? എന്തിനാ അങ്ങനെ പഞ്ഞേ? അറിയില്ല, മുട്ടായി ചെഞ്ഞിട്ടാ? പിന്നെ വെറുതെ പഞ്ഞതാ? പിന്നോട് കുളിച്ചു എന്തിനാട്ടാ? പല്ല് നോക്കട്ടെ ഇങ്ങനെ എടുത്തിട്ട് ചാടി. ഞാൻ പോയി പല്ല് പോയി പറഞ്ഞു ഒറ്റ കരച്ചിൽ. പല്ലില്ല, അമ്മയോട് ചോദിച്ചു നോക്കിയേ. പല്ല് കാണിച്ചു കൊടുക്കൂല. പൊരിക്കാനൊന്നും പറ്റില്ല അല്ലേടാ? കിട്ടി കിട്ടി കിട്ടി. പിന്നെ നിന്നിന് കരഞ്ഞിന് അമ്മയുടെ മേത്ത് താച്ചിക്കോ, അമ്മേന്റെ മേത്ത് താച്ചിക്കോ. വെറുതെ കരയിക്കല്ലടാ, എനിക്ക് കഴിയുന്നില്ല ഇപ്പൊ ജലദോഷമായിട്ട്. ഒഴിക്കുന്നെല്ലാം കണ്ടാത്തോന്ന് സ്വന്തം ഉണ്ടാക്കിയതാന്ന്. പിന്നെ എനിക്ക് എപ്പാമ്പോ ഒരു ചായയെല്ലാം വെച്ച് തരല്. അമ്മ തന്നെയാ വെച്ചേ. അമ്മയല്ല അച്ഛൻ. മടിയും ചേർത്തു. അത് അമ്മേന്റെ. അച്ഛന് വേണ്ട പോലെ ബിസ്ക്കറ്റ്. ഒന്നുണ്ട്, അച്ഛന് വേണ്ട പോലെ ഇവിടെ വെച്ചേക്ക്. എനക്ക് നല്ല തലവേദന വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. തലവേദന എടുക്കുന്ന എനിക്കുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? എനിക്ക് നല്ല തലവേദനയുണ്ട്. എനിക്ക് കഫക്കെട്ടായിട്ട് പഞ്ചായത്ത് ഡോക്ടറെ കാണിച്ചപ്പോഴേ പറഞ്ഞു എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്, വൈറലാണെന്ന്. അതുപോലെ തന്നെ ആവുന്നുണ്ട് തോന്നുന്നു കേട്ടാ. നീച്ചൂട്ടിക്കും വന്നു, ഇപ്പൊ അത് ഏട്ടനും തൊണ്ടവേദന എടുക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്ക് ഈ ആഴ്ച 2-3 കല്യാണം കൂടി ഉണ്ട് അത്രേ ഇനി ആദ്യം. അപ്പൊ അതിനെല്ലാം പോണ്ടതാണ്, ആർക്കറിയാം. വൈകുന്നേരം ആയാൽ പിന്നെ ഒരു യന്ത്രനെ പോലെ ഓടി നടന്ന് പണിയെടുക്കേണ്ടി വരും കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നിന്ന ദിവസേ ചില ദിവസം പെട്ടെന്ന് തീരും. പക്ഷെ ഇങ്ങനെ ചായയെല്ലാം കുടിച്ച് റിലാക്സ് ചെയ്ത് മോളെ കൂടെ ഇങ്ങനെ കളിച്ച് അങ്ങനെ നിന്ന ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഒരു ഹറിബറിയാണ്. മുറ്റടിക്കുക, അകടിക്കുക, പിന്നെ ബാക്കി പാത്രം കഴുകുക, രാത്രിയത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യം ആലോചിക്കുക. അത് കഴിയുമ്പോഴേക്കും നീച്ചൂട്ടിൻ്റെ കളി കഴിഞ്ഞിട്ട് വരും. അപ്പോൾ കുളിപ്പിക്കുക, പിടിക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴേക്കും അപ്പം ഒരു ഇതാവും കേട്ടോ. ഈ ചൂട് സമയമായതുകൊണ്ടേ ഭയങ്കര വേർപ്പല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതാ ഏതായാലും അടിക്കുന്നുണ്ട്. വയ്യാത്തതുകൊണ്ട് പിന്നെ അതും ബുദ്ധിമുട്ട് തന്നെ. പക്ഷെ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. എന്തായാലും ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി വെക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഓടി നടന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യുന്നുണ്ട്. തല തുടക്കുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുളിച്ചു എന്ന്. ഒന്നുമല്ല കേട്ടോ. ഫാനെല്ലാം ഓഫാക്കിയിട്ട് അകം അടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. തല ഫുള്ള് നമ്മൾ കുളിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക വെള്ളം, അതുപോലെ തലേൻ്റെ അകത്ത് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്ഷീണം പിടിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക്. നമ്മുടെ മേത്ത് നിന്ന് അത്രയും വെള്ളം പോകുമ്പോൾ നമ്മൾ കുടിച്ച വെള്ളത്തിനേക്കാളും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ശരിക്കും എൻ്റെ മുടി ഫുൾ അറ്റം വരെ ഇങ്ങനെ നനയും, അത്രയും വെള്ളമായിരിക്കും. ഇത് കുറച്ച് നേരം ഒന്ന് ഫാനിൽ നിന്ന് ഒന്ന് റിലാക്സ് ആയാൽ മാത്രമേ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഇതെല്ലാം അച്ഛൻ വൈകുന്നേരം ചെയ്യുന്നതാണേ. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതെല്ലാം. നമ്മുടെ കറിവേപ്പിലെല്ലാം ഉണ്ടല്ലോ കുറച്ച്, അതിനെല്ലാം നല്ലോണം വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് അതിനിങ്ങനെ മഴ പെയ്ക്കുന്ന പോലെ ഒഴിച്ചാൽ മാത്രമേ നിലനിൽപ്പില്ലൂ, അല്ലെങ്കിൽ വാടിക്കരിഞ്ഞു പോകും നമ്മുടെ ഈ വെയിലിന്. അപ്പോൾ അതിന് എല്ലാം വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 വാഴയും പിന്നെ ഒരു സപ്പോട്ട മരവും കുറച്ച് കാന്താരിയും കറ്റാർവാഴയും കൂർക്കലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവിടെ ഇവിടെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം ഒന്ന് വെള്ളം നനക്കുമെന്ന്. നിച്ചൂട്ടി അന്നും കാര്യം ഇടയിൽ നിങ്ങൾ കാണുന്നില്ല ഓടി കളിക്കുമെന്ന്. അപ്പം തലയിൽ വെള്ളം വീഴുന്നതായിട്ടാണ് ഞാനിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ നിച്ചൂട്ടിക്ക് ഒരു കളിയായി ലാസ്റ്റ്.
പോവാനിച്ചൂട്ടാ, അങ്ങോട്ട് പോട്ടെ, അമ്മ അങ്ങോട്ട് പോട്ടെ. പൊട്ടത്തരം കളിക്കല്ലേ. പോ, നീ അങ്ങോട്ട് പോയേ. കമ്പിയായിട്ട് ഇപ്പൊ കുത്തിയിട്ടുണ്ടെങ്കിൽ കാണായിരുന്നു. അങ്ങോട്ട് പോയാട്ടെ. നമുക്ക് ജലദോഷം കഫക്കെട്ടും എന്താണ് ചുമയെല്ലാം ഉണ്ടാകുമ്പോ ബെസ്റ്റ് സാധനമാട്ടെ ഈ കൂർക്കല്. ഇത് നിശ്ചയം ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വൈകുന്നേരം വീണ്ടും കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണേ. നല്ല എഫക്റ്റീവാണ്. കുഞ്ഞുമക്കൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കായാലും അതെ നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. ഇത് കുറച്ച് ഇല പറിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. കുറച്ച് ഇല പറിച്ചിട്ടുണ്ടേ. എനിക്കെന്തിനേ മണപ്പിക്കേ. മണപ്പിക്ക് കളിക്കാനല്ല, മണപ്പിക്കാനാ തന്നെ അമ്മ. ഞാൻ എങ്ങനെ അറിയാം ചെയ്യാ, ഒരു നമ്മളെ ദോശപ്പാനിലേക്ക് കൂക്കച്ചപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ ചൂടാക്കുവേ. അപ്പം അതിൻ്റെ ആ നീരിങ്ങനെ കിട്ടാൻ വേണ്ടി തുടങ്ങും. ഇത് തിരിച്ചും മറിച്ചും രണ്ടോട്ട് ഇടുക. എന്നിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ഒന്നിങ്ങനെ ആയി വരുമ്പോൾ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ നീര് കിട്ടും. നമുക്ക് പിഴിഞ്ഞാൽ വേഗം കിട്ടും. എന്നിട്ട് ആ ജ്യൂസ് എടുക്കുക, അതിൻ്റെ നീര് മാത്രം എടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കേ. അപ്പോൾ ഇതാ അതിന് നീര് കിട്ടും. എന്നാ അവിടെ ഇരിക്കേ, കളിക്കാമ വരാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടുവേ. കുറച്ച് നല്ല നാടൻ മഞ്ഞപ്പൊടിയാണേ. അതും ഇട്ടിട്ട് കുറച്ച് തേനും ആക്കുക. കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത് എനക്കും കൂടെ വേണേ, അതുകൊണ്ടാണ് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത്. നെച്ചുട്ടിക്ക് ഞാൻ ഈ മരുന്നിന്റെ മൂടിയിലാണേ കൊടുക്കുക. മരുന്നിന്റെ മൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിലാകുമ്പോൾ ചിലപ്പോൾ തട്ടുവെല്ലാം ചെയ്യുമ്പോൾ വേഗം അറിയൂലേ. മരുന്നിന്റെ മൂടിയിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വായിൽ കറക്റ്റായിട്ട് എത്തിക്കോളും. കൊടുക്കാൻ മടിയാണ്, കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. രാവിലെ കുടിച്ചു വേഗം, എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഓർമ്മയില്ലല്ലോ പണ്ട് കൊടുത്തത്. അപ്പോൾ വേഗം കുടിച്ചിന്. ഇനി ഇപ്പം മടിയായിരിക്കും കുടിക്കാൻ. ഞാൻ മിനിയാന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിനെ. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന ചാമ്പക്ക കുറച്ചെണ്ണം ബാക്കിയുണ്ട്. നിച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പക്ക. അതുകൊണ്ട് നിച്ചുന് കൊടുക്കാം. മിനിയാന്നൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് വന്നിനെ. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരാൾ മരിച്ചിട്ടുണ്ടായിന്. കണ്ണാട്ട് നമ്മളെ സ്വന്തം, എൻ്റെ അച്ഛൻ്റെ സ്വന്തം ആളാണ്. നമ്മൾ സ്ഥിരം വൈകുന്നേരം പോയി ഇരുന്ന് വർത്താനെല്ലാം പറയുന്നത്. അങ്ങനെ പെട്ടെന്നായിപ്പോയി. അപ്പോൾ അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഒരു ദിവസം രാവിലെ പോയി അറിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോയി കണ്ടിട്ടല്ലാന്ന് വന്നത്. അതൊരു പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാണ്ട് തലേന്ന് വരെ ബേക്കറി ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട്. അതിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വണ്ടിയെല്ലാം എടുത്തിട്ട് പോയതാണ്. പക്ഷെ നമുക്കൊന്നും പിടിച്ചു വെക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ മരണം എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര ഷോക്കായിപ്പോയി പെട്ടെന്ന്. ഞാൻ കുറേ കൂർക്കല പറിച്ചിട്ട് എനിക്ക് ഇത്രയും കുടിക്കാനാന്ന് വിചാരിക്കണ്ടേ. ഇതിന് എനിക്ക് രാത്രി ആവി പിടിക്കാൻ വേണം. പിന്നെ വെള്ളം തിളപ്പിക്കാൻ, കുടിവെള്ളം തിളപ്പിക്കുമ്പോൾ 2 എണ്ണം അതിലിടും കേട്ടോ ഈ കോൾഡ് പിടിച്ച സമയത്ത്. അപ്പം കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും. എന്നാ ഏട്ടാക്കുന്നത് ബ്രെഡ് ഓംലെറ്റ്. വാട്ട്? ബ്രെഡ് ഓംലെറ്റ്. വാവ്, ബ്രെഡ് സാൻഡ്വിച്ച്. ബ്രെഡ് ഓംലെറ്റ് സാൻഡ്വിച്ച് എന്ന് പറയാനൊന്നുമില്ല. ഒരു ഓംലെറ്റ് ഒന്നും കൂടെ ആക്കി കോട്ടന്. ആ ഏട്ടൻ നേരത്തെ ചായ ആക്കി തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പരാതി പരിഹരിക്കാൻ വേണ്ടിട്ട് ആക്കി തരുന്നതാണ്. ആ പിന്നെ
സത്യമായിട്ട് ഒന്നും ആക്കി തരില്ല കേട്ടോ. ആ പിന്നെ സത്യമായിട്ട് ഒന്നും ആക്കി തരില്ലേ, സത്യം പറയുന്നതിനെന്ത്. ഇപ്പൊ ഇതാ ഞാൻ ഒരു മുട്ട ഉള്ളി മുറിച്ച് മുട്ട അടിച്ചു തരുമോന്ന് ചോദിച്ചിനെ, അപ്പോഴേക്ക് നിച്ചുവിന് അപ്പി ഇടിച്ചിട്ട് വരുമ്പോ ഫുള്ളാക്കുന്നു. ആരാ എപ്പോഴും എല്ലാം ആക്കലി കണ്ണാ? ആ നമുക്ക് വയ്യാത്തപ്പോ അച്ഛാക്കും അല്ലെ, സഹായിക്കും. ആ കുട്ടി സത്യം. ആ മോളും അങ്ങനെ തന്നെ. ആ എന്റെ മോളെ അമ്മേനെ കൂടുതൽ സഹായിക്കലല്ലേ കണ്ണാ? ആ മോക്ക് ബ്രെഡ് വേണോ? ആ പണിക്ക് പോണോ അച്ഛന്? ഇന്നാ ബ്രെഡ് ഇന്നാ പോന്നിന് അങ്ങനെയുള്ള ആ മുട്ടയാക്കിയതാ വേണ്ടേ? ഓക്കെ. അപ്പൊ രാത്രിയായി, ഫുഡെല്ലാം കഴിച്ചിട്ട് ബിഗ് ബോസ് എല്ലാം കണ്ടു കുറച്ചു നേരം. ഫുള്ള് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ പിന്നെയാണ് രാത്രിയത്തെ കിച്ചൺ ഒതുക്കലിലേക്ക് കടന്നത്. ബാക്കിയുള്ള ഫുഡെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, പാത്രമെല്ലാം കഴുകി തുടച്ച് നീറ്റാക്കി ഇടുക. അത് രാത്രി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോഴേക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും. അതുകൊണ്ട് മാക്സിമം നല്ല നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കലുണ്ട് കേട്ടോ രാത്രി തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒഴിച്ച് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പോവുമെന്ന്. നിച്ചൂട്ടി അതിൻ്റെ ഇടയിൽ വന്നിട്ട് അതെല്ലോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിച്ചുവിന് ഉറക്കമൊന്നും വരില്ല കേട്ടോ. ഈ ഒരു 10 മണി 10:30 ആയാലും ഉറക്കം വരില്ല. ഉച്ചക്ക് ഉറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 3 മണി 3:30 ആ ഒരു സമയത്താണ് നിച്ചു എണീക്കുക വൈകുന്നേരം. അതുകൊണ്ട് പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ഉറക്കം വരുമല്ലോ. കിടത്തിയാൽ ഒരു 11 മണി 11:30 ആകുമ്പോൾ ഉറങ്ങും. അപ്പോൾ എത്ര നേരം നമ്മൾ കിടത്താണ്ട് നിൽക്കുന്നു അത്രയും നേരം നിച്ചൂട്ടി ഇങ്ങനെ നിൽക്കും. ചില പിള്ളേരിൽ ഇങ്ങനെ ഉറക്കം വന്ന് കരയലില്ലേ, പക്ഷെ അങ്ങനെ നിച്ചു അങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എത്ര സമയം വേണമെങ്കിൽ നമ്മളെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് നിന്നോളൂ. ബാക്കി പാത്രങ്ങളെല്ലാം നേരത്തെ കഴുകിയിട്ടുണ്ടായി. ഇനി ഇപ്പോൾ ഒഴിച്ചതേ ഉള്ളൂ കേട്ടോ. ഇത് സാധാരണ വൈകുന്നേരം കഴുകി വെക്കുന്നതാണ് കുറച്ചെല്ലാം. ഇന്ന് പിന്നെ വയ്യാത്തതുകൊണ്ട് അങ്ങനെ വിട്ടു. വൈകുന്നേരം എനിക്ക് നല്ല തലവേദന ഉണ്ടായിനി ആ കഫക്കെട്ടിൻ്റെ എഫക്റ്റ് ആയിട്ട്. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം അതിന് നിന്നിട്ടില്ല. ഞാൻ വെച്ച് പോട്ടെ രാത്രി പറ്റുമെങ്കിൽ എന്നാലും രാത്രി കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. നമ്മൾ ഈ വർക്ക് ഏരിയയിൽ ഫാൻ വെച്ചത് വലിയ ഉപകാരമായിട്ട്. ഇങ്ങനെ പാത്രം കഴുകുന്ന സമയത്ത് മീൻ മുറിക്കാൻ അതുപോലെ പച്ചക്കറി അരിയാനെല്ലാം ആ സമയത്തെല്ലാം നമുക്ക് ഫാൻ ഇടാം. ബാക്കി കുക്ക് ചെയ്യുന്ന സമയത്താകുമ്പം അതിൻ്റെ ഗ്യാസിൻ്റെ ഇത് ഫ്ലെയിം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് കുക്കാവില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ പാത്രം കഴുകുന്ന സമയത്തെല്ലാം മെയിനായിട്ട് അത് ഭയങ്കര എഫക്റ്റീവാണ്. ആ ഫാൻ വെച്ച കാര്യത്തിൽ എന്തായാലും നന്നായി. വേസ്റ്റെല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അത് നമ്മൾ കുഴിച്ചിടുകയാണ് കേട്ടോ ചെയ്യൽ. പിറ്റേ ദിവസം രാവിലെ തന്നെ കുഴിച്ചിടും. അപ്പോൾ വേസ്റ്റ് നമ്മൾ പറമ്പിൽ ഇങ്ങനെ കിടക്കൂലല്ലോ, നമുക്ക് അധികം സ്ഥലവും ഇല്ലല്ലോ. അതുകൊണ്ട് രാത്രി വരുന്നതിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും മൂടി വെച്ചിട്ട്, ഇങ്ങനെ മണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഫുഡിൻ്റെ ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം അപ്പോൾ നമ്മൾ സൈബൂമ്മേൻ്റെ കോഴിയുണ്ട്, അപ്പോൾ അതിന് കൊടുത്തേക്കും. ചോറും കറിയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കഴിച്ച വേസ്റ്റും പച്ചക്കറീൻ്റെ വേസ്റ്റും അതെല്ലാം അങ്ങനെ കുഴിച്ചിടും. നിങ്ങൾ രാത്രി എങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. രാവിലത്തേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കാറുണ്ടോ, ഇങ്ങനെ പാത്രമെല്ലാം കഴുകി സെറ്റാക്കിയിട്ടാണോ, എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കുറുക്കുവഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മളിനി വീഡിയോസ് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ കിച്ചണിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഇനി തുടച്ചിടുകയെന്ന് വേണ്ടത്. മൊത്തം ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പണി തീർന്നു. ഞാൻ ഇന്നാൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലോർ ക്ലീനിങ് ലോഷൻ ഒരു വിമ്മിൻ്റെ കുപ്പിയിലേക്ക് ആക്കിയിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് ആക്കി വെക്കും. അതിങ്ങനെ ഉറ്റിച്ചിട്ടാണ് ഞാൻ തുടക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും, പെട്ടെന്ന് തന്നെ വൃത്തിയാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അടുക്കളയിലത്തെ കൗണ്ടർ ടോപ്പ് ആയാലും ഈ വർക്ക് ഏരിയയിലത്തെ സ്ഥലമായാലും എല്ലാം അത് ഉപയോഗിച്ചിട്ടാണ് തുടച്ചിടുക. പിന്നെ രാത്രി എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നാളെ രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കുക എന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പുട്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുട്ടുപൊടി ഇല്ല, അപ്പോഴാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ദോശയാക്കാം രാവിലെ അരച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു തലവേദനയാണ്. എന്താ ഉണ്ടാക്കുക എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ രാവിലത്തേക്ക് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ദോശ ചുട്ടാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കടലയും വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും സെറ്റായി. ഇനി രാവിലെ എണീച്ചിട്ട് തല പോക്കേണ്ട ആവശ്യമില്ല. ബാക്കി തുടക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം അടുക്കള ക്ലോസ്ഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സമയം രാത്രി 10:30 10:45 ചേട്ടാ, 11 മണിയായി സമയം.
അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. രാവിലത്തേക്കുള്ള കുറച്ച് സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. ബാക്കി രാവിലെ എണീച്ചിട്ട് ചെയ്യണം. ഇവിടെ അച്ഛനും മോളും ജോറ് കളിയിലാണ്. ഇപ്പൊ ഒന്നും ഉറങ്ങുന്ന ലക്ഷണമില്ല. ഞാൻ എന്തായാലും ഉറങ്ങലായി കേട്ടാ. രണ്ടാളോടും കേട്ടാ. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.